കോടീശ്വര യോഗം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പം നമ്മൾ ഗജകേസരി യോഗം, ഈ പറയുന്ന ഹംസയോഗം, പല പല യോഗങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ, മാളവിക യോഗം. ഈ യോഗങ്ങൾ ജാതകത്തിലുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ യോഗമുണ്ടോ എന്നുള്ളത് അതും തിരിച്ചറിയണം. നല്ലൊരു ജ്യോതിഷയുടെ അടുത്ത് പോയിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു ഗ്രഹം റിട്രോഗ്രേഡ് ആണ്, അത് വക്രത്തിലേക്കാണ് പോകുന്നത്, വക്രത്തിലേക്കാണ് പോകണമെങ്കിൽ ചില ആൾക്കാർക്ക് നല്ലതേ കൊടുക്കുകയുള്ളൂ, ചിലർക്ക് നല്ലത് കൊടുക്കില്ല. കാര്യം ഉച്ചസ്ഥനായിരിക്കുന്ന ഗ്രഹം ചിലപ്പം നല്ലത് കൊടുക്കില്ല, ചിലപ്പോൾ നല്ലത് കൊടുക്കും. അപ്പോൾ നല്ലൊരു ജ്യോതിഷിയുടെ അടുത്ത് പോയി ഇത് വിശകലനം ചെയ്യുകയാണെങ്കിൽ എനിക്ക് കോടീശ്വര യോഗമുണ്ട്. ഏത് ഏജിലാണ് കോടീശ്വര യോഗം ഉള്ളത്? അപ്പോൾ പറയുകയാണ് 40 to 45. ശരി, 40 to 45 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ യോഗ അനുഭവിക്കാനുള്ള യോഗം ഇവിടെ കാണുന്നുണ്ടോ? അപ്പം നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഗ്രഹം മാറും. അപ്പോൾ ഇപ്പോഴത്തെ എക്സ് എന്ന് പറയുന്ന ഗ്രഹം മാറി വൈയിലേക്ക് വരുന്ന സമയത്ത് വൈ ഇതിനെ ബാധിക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ജ്യോതിഷന്മാരോട് ചോദിക്കണം. ജ്യോതിഷന്മാർക്ക് നമ്മൾ പൈസ കൊടുക്കുമ്പം അവരോട് ചോദിക്കുക തന്നെ വേണം, ചോദിച്ചാലേ പറയുള്ളൂ. ചില ആൾക്കാർ ചോദിക്കണ്ട, പറയും. പലർക്കും ഉപാസനയുള്ളവരാണെങ്കിൽ ഇതൊന്നും വേണ്ട, അവർ നോക്കിയിട്ട് പറയും, മോനെ ഇപ്പം ഇതാണ് യോഗമുണ്ട്, പക്ഷേ ഇന്ന തന്നെ കാര്യങ്ങളൂടെ ചെയ്യൂ, അപ്പോൾ അത് കറക്റ്റായിരിക്കും.